ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ മൺഡേ നേരം വെളുത്തു. ഇനി നമുക്ക് ജോലിക്ക് പോകാൻ റെഡി ആവണം. അപ്പോൾ സാറ്റർഡേ ലീവായിരുന്നുകൊണ്ട് ഇന്ന് ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അത് സ്വാഭാവികം മാത്രം അല്ലെങ്കിൽ അപ്പോൾ ഞാൻ തല നിറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്, കുളിക്കാൻ പോകണം. അപ്പം ഞാൻ യൂസ് ചെയ്യണ ഷാമ്പു കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഷാമ്പു. വട്ടിക്ക ഉണ്ടാ നല്ല ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടക്കോട്ടാം. അടിപൊളി ഷാമ്പു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. പിന്നെന്താ, നമ്മുടെ മീനൂസിന് പനി ഒക്കെ ആയതുകൊണ്ടിട്ട് ഇന്ന് ലീവാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഞാനിന്ന് ചിലപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കേണ്ടി വരും. അപ്പം ഉണ്ണിനോടും ചടവടയെന്ന് റെഡിയാവാൻ പറയണം. എനിക്കൊരു 8:45 ഇറങ്ങണം. ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് പാലത്തിൻ്റെ പണി നടക്കുന്നത് വെച്ചാൽ കുറേ നാളായി, 2-3 മാസമൊക്കെ പാലം അടച്ചിട്ടേക്കണം. അപ്പം അത് ബ്ലോക്ക് ചെയ്തിട്ടേക്കണോണ്ട്, അതായത് നമ്മുടെ 3 പാലത്തിൽ രണ്ടാമത്തെ പാലം വല്ലാർവടം പാലം. അപ്പോൾ അതടച്ചിട്ടേക്കണോണ്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നല്ല അടിപൊളി ഗംഭീരമായ ബ്ലോക്കും കഴിഞ്ഞാൽ വീട്ടിലെത്തണം. അതേ കണ്ടില്ലേ, ഇതുണ്ടോ നല്ല മഴയാണ്. എൻ്റെ വണ്ടിയുടെ കവറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ കവറ് പുതിയത് വാങ്ങിക്കാറായിട്ടാ, അതിൻ്റെ കാലാവധി കഴിഞ്ഞ്. നല്ല മഴയാണ് കേട്ടോ. പക്ഷേ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും മടി കൂടിക്കൂടി വരുമല്ലേ. എന്തേനാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ സൈഡിൽ വെച്ച് എൻ്റെ ചെടികളെല്ലാം ചീഞ്ഞു പോയിട്ടോ. കണ്ടോ, മഴ കൂടിയപ്പോഴത്തേക്കും ചീഞ്ഞു പോയി. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കുറേ ചെടികൾ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ച് ഒരു അത് ഫുഡിന് വന്നിരിക്കണേ കേട്ടോ. മഴയാണെങ്കിലും പാവം അച്ഛൻ ഫുഡ് കൊടുക്കണോണ്ട് അച്ഛനെയും നോക്കിക്കൊണ്ടിരിക്കണത്. കുറച്ചുകൂടി ഫുഡ് കൊടുക്കോട്ടെ. ഒന്നല്ല, ഇവിടെ കുറേ വന്നിരിക്കോട്ടെ പറ്റിയത്. പിന്നെ നമുക്ക് ഉപദ്രവകാരികളൊന്നും ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതേ മഴയുടെ ശക്തി കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇതുണ്ടോ മഴ കൂടി. ഇനിയിപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകേണ്ട കാര്യം ഓർക്കുമ്പോഴേ മടിയായിട്ട് വയ്യ. പിന്നെ നമ്മുടെ പാലത്തിലെ ബ്ലോക്കും. അപ്പം ഞാൻ എന്തേ ഫുഡ് എടുത്തേക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി പോയി കുളിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ കുളി കഴിഞ്ഞു. നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാം. ഇപ്പം രാവിലെ ഫുഡൊന്നും കഴിക്കാൻ സമയമില്ലെങ്കിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്ക് പോലെ ആക്കിയിട്ട് കുടിച്ചിട്ട് വേഗം പോകാം. പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതും കഴിച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങാൻ നോക്കാം. ഓൾറെഡി ടൈം ലേറ്റായി. അപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഫുഡൊക്കെ എടുത്ത് വെച്ച്, മഴയായിരുന്നു. അപ്പോൾ വണ്ടി നനഞ്ഞതൊക്കെ തുടച്ചൊക്കെ റെഡിയാക്കി. ഇനിയിപ്പം നമുക്ക് ഇറങ്ങണം. അപ്പം ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്. അപ്പം ഞാൻ റെയിൻ കോട്ട് ഇട്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഉണ്ണി ഓൾറെഡി നേരത്തെ റോട്ടിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ബാഗൊക്കെ തൂക്കി അവിടെ പോയി നിൽക്കുന്നുണ്ട്. അവിടുത്തെ കോഴിക്കടയിലെ ചേട്ടനായിട്ട് നല്ല വർത്തമാനത്തിലാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ പോകാൻ. ഇതേ കണ്ടില്ലേ, ഉണ്ണിക്കുട്ടനോട് റോഡിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. എന്നെ നോക്കി നിൽക്കണേ കേട്ടോ. ഞാൻ വണ്ടിയും കൊണ്ട് വന്നോ നോക്കി. ഞാനപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മീനൂസിന് ടാറ്റയെല്ലാം കൊടുത്തിട്ട് ഞാൻ റോട്ടിലോട്ട് പോകണം. ഇനി ഉണ്ണിക്കുട്ടനെയും കയറ്റിയിട്ട് വേഗം നേരെ സ്കൂളിലോട്ട് പോകണം. സമയം ലേറ്റ് ആയതുകൊണ്ട് അവൻ നേരെ റോട്ടിൽ പോയി നിൽക്കണേ കേട്ടാ. ബെല്ലടിക്കണേക്കുമ്പോൾ എത്തണമെന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ പോവാണ്. ടാറ്റ. ഉണ്ണിക്കുട്ടൻ്റെ സ്കൂള് സമയം വൈകി ഓരോന്ന് ഓടിപ്പോയിട്ടാ. ടാറ്റ വരാനൊന്നും നിന്നില്ല, പാവം.